ദൈവനാമത്തിന് മാത്രം ഉണ്ടായിട്ട് കർത്താവിന്റെ മുമ്പിൽ സാക്ഷ്യം നിൽക്കാൻ നോക്കണം. കർത്താവിനെ എൻഗേജ്മെന്റ് നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായി എൻ്റെ യൂട്രസിൽ ഫൈബ്രോയിഡ് ഭാരപ്പെട്ടായിരുന്നു. ഒരിക്കൽ KJK ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പി ചെയ്തതാണ്. 1 വർഷം വരെ നിലനിന്നുള്ളൂ. എന്നാൽ അത് വീണ്ടും വളർച്ചയുണ്ടായി. ഡോക്ടർമാർ പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന്. എന്നാൽ ഞങ്ങൾ അതിന് തയ്യാറായി ചെന്നപ്പോൾ പറഞ്ഞു ഇപ്പം ചെയ്യേണ്ട, കുറച്ച് നാളുകൂടെ കഴിയട്ടെ എന്ന്. എന്നാൽ ഇവിടെ ആരാധനയ്ക്ക് ഇത് തുടങ്ങുമ്പോൾ ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ഇത് ആരംഭത്തിൽ തന്നെ മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ മരുന്ന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുള്ളായിരുന്നു. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പായിട്ട് ഇതിനൊക്കെ വേദന വന്ന് അസഹ്യം 2-3 തുടർച്ചയായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനയായി. അപ്പം മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവ്, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് കുറവുണ്ടാകുന്നതാണ്. പക്ഷേ മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുണ്ടായില്ല. ഞാൻ മരിച്ചു പോകും എന്നുള്ള അവസ്ഥ വരെയായി. രാത്രി മുതൽ ഞാൻ മരുന്ന് കഴിക്കുന്നു, രാവിലെ ആയിട്ട് വീണ്ടും കഴിച്ചു. ഹൈ ഡോസാണ് കഴിക്കുന്നത്, എന്നിട്ട് ഒരു കുറവുണ്ടായില്ല. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു പാസ്റ്റർ വിളിച്ചു. പക്ഷേ അത് ആരാധന സമയമായതുകൊണ്ട് ഫോൺ എടുത്തില്ലായിരുന്നു. അങ്ങനെ KJK ഹോസ്പിറ്റലിൽ വിളിച്ചപ്പം പെട്ടെന്ന് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവർ ഇഞ്ചക്ഷൻ എടുത്തുവെങ്കിലും എനിക്കൊരു കുറവുണ്ടായില്ല. ഞാൻ അവിടെ സിസ്റ്റേഴ്സിനടുത്ത് പറഞ്ഞു ഇനി വേറെ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ വീണ്ടും എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു, എന്നിട്ടും ഒരു കുറവുണ്ടായില്ല. അവർ പറഞ്ഞു പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, യൂട്രസ് എടുത്താൽ മാത്രമേ ഇതിന് പോകാൻ വഴി ഉണ്ടാവുകയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ പറഞ്ഞു പെട്ടെന്ന് സഭയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ സഭയിൽ വന്ന് പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിൽ ഒരു പൈശാചിക ശക്തി വെളിപ്പെട്ടു. അതിൽ നിന്ന് എന്ന് പൂർണ്ണമായി വിട്ടുമാറുകയും അപ്പോഴത്തേനും എനിക്ക് ആ രോഗം പൂർണ്ണമായി മാറുകയും ചെയ്തു. എൻ്റെ വേദന എങ്ങോട്ട് പോയെന്ന് പോലും ഞാൻ അപ്പോൾ അറിഞ്ഞില്ല. അതിനുശേഷം ഇതുവരെ ആ വേദന എനിക്ക് വന്നിട്ടുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തരും. ശരിക്കും ആ സഹോദരിക്ക് ബ്ലീഡിങ്ങിന്റെ അസുഖമായിരുന്നു. പുള്ളിക്കാരത്തെ നാണക്കേടുണ്ടെന്ന് ഒരു പക്ഷെ പറയാതിരുന്നത്. വർഷങ്ങളായിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ ഞായറാഴ്ച KJK ഹോസ്പിറ്റലിൽ ഉടനെ തന്നെ അഡ്മിറ്റായി. ഹൈ ഡോസ് മരുന്ന് കൊടുത്തിട്ട് പോലും കുറവുണ്ടായില്ല. അപ്പോൾ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു KJK ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിക്കുന്നത്. ഞായറാഴ്ച ആരാധന സമയമായതുകൊണ്ട് ഞാൻ അടുപ്പിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് സഹോദരിക്ക് പ്രാർത്ഥിക്കുന്നത്. സഹോദരിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, ജയമ്പർ ഉണ്ടായിരുന്നു, ഒരുമിച്ചാണ് വന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വൈശാചിക ബന്ധനം പുള്ളിക്കാരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് വിട്ടുപോയി. ആ സമയത്ത് തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പായി, വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. ഹല്ലേലൂയ! കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ കരമടിച്ച് യേശുവിനെ